എന്തായാലും ശ്രുതി വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ്. മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഇതാ വൈദ്യപരിശോധന പൂർത്തിയാക്കി അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും എന്താണ് തീരുമാനമുണ്ടാവുക എന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും ബെയിൽ ലഭിക്കുമോ എന്നുള്ളതാണ്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് നിലവിൽ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുവാൻ സാധ്യത വിരളമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തെ വാഹനത്തിന് കയറ്റിയിരിക്കുന്നു, പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തായാലും മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആണ് ജാമ്യം ലഭിക്കും എന്നുള്ളത്. എന്തായാലും ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. വക്കീൽ ഉൾപ്പെടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്, അവരുടെ വക്കീൽ ഉൾപ്പെടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ജാമ്യം ലഭിക്കും. പിണറായിസം തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതിന് ഈ ഷാജൻ സ്കറിയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. അല്പസമയം മുമ്പാണ് ഈ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചത്. എന്തായാലും അപകീർത്തി കേസിലാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷാജൻ സ്കറിയയുടെ 9 മണിയോടുകൂടിയാണ് കൊടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് പിടികൂടിയത്, അവിടെ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണ്. ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എന്താകുമെന്നുള്ളത് ഇനി അല്പസമയത്തിനകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. സുനിഷ തുടരുന്നുണ്ട്. സുനിഷ, ഇതിപ്പോൾ 5 മാസം മുൻപാണ് ഈ ഒരു പരാതിക്ക് ആസ്പദമായ വീഡിയോ വരുന്നത്. അതായത് കൃത്യമായി പറഞ്ഞ ഡിസംബർ 23-ന്. അതിനുശേഷം ആ യുവതി പരാതി നൽകുന്നു, ഈ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നു. ഇതിനടക്കം അതിനുശേഷം ഇപ്പോൾ 2 മാസത്തിന് ശേഷം, ആ പരാതി നൽകി 2 മാസത്തിന് ശേഷമാണ് ഈ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്നിരിക്കുന്നത് അല്ലേ? അതേ ശ്രുതി, അങ്ങനെ തന്നെയാണ്. അതായത് ഈ ഡിസംബർ 23-ന് ആണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നത്. ഈ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, ഹണി ട്രാപ്പിലൂടെ പലരെയും ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ കുരുക്കിയെന്നും അതുവഴി പലരിൽ നിന്നും ഭീമമായ തുക തട്ടിയെടുത്തതും അങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തി പണം തട്ടുന്ന സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് താനെന്നും അത്തരത്തിലുള്ള കളവായതും കെട്ടിച്ചമച്ചതുമായ കാര്യങ്ങൾ തന്റെ പേരെടുത്തു പറഞ്ഞ് ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഈ ഷാജൻ സ്കറിയ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് മുഖ്യമന്ത്രിക്കായിരുന്നു നേരിട്ട് പരാതി നൽകിയിരുന്നത്. മുഖ്യമന്ത്രി ഇത് DGPക്ക് കൈമാറുകയായിരുന്നു. DGPയുടെ ഉത്തരവിൻ പ്രകാരമാണ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നത്. നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാജൻ സ്കറിയ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് തിരുവനന്തപുരം സിറ്റിയിലാണ് ഈ പരാതി നൽകുന്നത്. പക്ഷേ മാഹി സ്വദേശിയാണ് യുവതി. പക്ഷേ ഈ ഷാജൻ സ്കറിയ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നീട് അന്വേഷണം, അതായത് മറ്റൊരു നാട്ടിലേക്കായിരുന്നു ഷാജൻ സ്കറിയ ഉണ്ടായിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക്, കുടപ്പനക്കുന്നിലെ വീട്ടിലേക്ക് എത്തുന്നത്. പിന്നാലെയാണ് ഇന്ന് രാത്രി ഏകദേശം ഒരു 8 മണിയോടുകൂടി സൈബർ പോലീസ് ഷാജൻ സ്കറിയയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നും ഈ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ്. മനസ്സിലാക്കുന്നത് അയാൾ വീട്ടിലുള്ള സമയത്ത്, അതായത് ഷർട്ട് ധരിച്ചിരുന്നില്ല, ഒരു മുണ്ട് മാത്രമാണ് ഉടുത്തിട്ടുള്ളത്. ഇതിനിടയിലാണ്, ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഇവർ വീട്ടിലേക്ക് കയറി വരുന്നതെന്നും തന്നെ പിടിച്ചുകൊണ്ടുപോകുന്നതുമെന്നുമാണ് ഷാജൻ സ്കറിയ നേരത്തെ തന്നെ പ്രതികരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഈ സൈബർ പോലീസ് ഇയാളെ പിടികൂടുന്നൊരു പശ്ചാത്തലം ഉണ്ടായത്. പിന്നാലെ തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ 1.5 മണിക്കൂറായി ചോദ്യം ചെയ്യൽ നടത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നിലവിലിപ്പോൾ ഈ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. നിലവിൽ രാത്രി ആയതുകൊണ്ട് തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞിരിക്കുന്നു. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുക എന്നതായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നത് തന്നെയായിരിക്കും ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടികളാണ് നിലവിൽ ഏതായാലും നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും വകുപ്പുകൾ പ്രകാരം IT ആക്ട് 67, BNS ആക്ട് 75, BNS ആക്ട് 75(1)(4), KP ആക്ട് 120, അതായത് ഈ അപകീർത്തിപ്പെടുത്തൽ
ഈ ഫോൺ വഴി, അതായത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിലെ കേസ് എന്നുള്ളത് തന്നെയാണ്. ശ്രുതി നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 5 മാസം മുന്നേ നടന്നൊരു സംഭവമാണ്. അതിന് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ച് നടത്തുന്ന ഒരു അറസ്റ്റാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നേ ഒരുപക്ഷെ ഇയാളെ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു വലിയ രീതിയിൽ പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന തരത്തിലായിരുന്നു നമ്മൾ നേരത്തെ അല്പസമയം മുമ്പ് വരെ കണ്ടത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നാടകീയമായ രംഗങ്ങൾ, ഒരുപക്ഷെ അത്തരത്തിൽ വീട്ടിൽ പോയി പിടിക്കുന്നു, അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, അത്തരത്തിലുള്ള രംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.